ഇന്ന് നമ്മൾ നോക്കാൻ പോവുക വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് ഫോർ ആംഗുലാർ മെഷർമെൻറ്റ് പർപ്പസ്. These are the equipments: bevel protractor, clinometer, sine bar, spirit level, autocollimator, angle decker and angle gauges. So bevel protractor, there are two types, vernier and optical type. Then clinometer and their types. Then sine bar, spirit level, angle gauges, autocollimator and angle decker. So let's see the first one, that is bevel protractor. വെർണിയർ ബിവൽ പ്രൊട്രാക്ടർ. നമുക്ക് ആദ്യം വെർണിയർ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെർണിയർ ബിവൽ പ്രൊട്രാക്ടറിൽ ഒരു ബീം അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ട്. ദെൻ ആ ബേസ് ഒരു മെയിൻ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ മെയിൻ ബോഡിയിലാണ് ഇങ്ങനെ സർക്കുലർ രീതിയിൽ സ്കെയിലുണ്ട്. ആ സ്കെയിലിനെ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നു. ദെൻ അതിന് മുകളിലായിട്ട് ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു മറ്റൊരു മൂവബിൾ പ്ലേറ്റ് ഉണ്ട്. ഈ മൂവബിൾ പ്ലേറ്റിൽ വെർണിയർ സ്കെയിലുണ്ട്. ദെൻ ഈ മൂവബിൾ പ്ലേറ്റ് ഒരു ബ്ലേഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ മൂവബിൾ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ സർക്കുലർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. അതനുസരിച്ച് വെർണിയർ സ്കെയിൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നു. ദെൻ ഈ ബ്ലേഡിന് റൊട്ടേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ആ റൊട്ടേഷൻ ലോക്ക് ചെയ്യാനുള്ള ലോക്ക് നെറ്റാണിത്. അതോടൊപ്പം തന്നെ ഈ ബ്ലേഡിന് ഇങ്ങനെയും മൂവ് ചെയ്യാം. ഈ ഒരു മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യാനുള്ള ലോക്ക് നെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു അറേഞ്ച്മെൻ്റാണ് ഈ കാണുന്നത്. ഇനി ഈ ബെവൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആംഗിൾ മെഷർമെൻറ്റ് പോസിബിൾ ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കാണിക്കുന്ന ബെവൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ബേസും ബ്ലേഡും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വർക്ക് പീസിൻ്റെ ആംഗിൾ, അപ്പോൾ ആ വർക്ക് പീസ് ഏത് ഷേപ്പിലിരിക്കുന്നതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലേഡും ബേസും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആംഗുലാർ മെഷർമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. ദെൻ ഇവിടെ നമുക്കൊരു വർക്ക് പീസ് ഉണ്ട്. ഈ വർക്ക് പീസിൻ്റെ ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്ലേഡ് ബേസ് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദെൻ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു വെർണിയർ ബെവൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട്. ഇനി എങ്ങനെയാണ് ഈ മെയിൻ സ്കെയിലും വെർണിയർ സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. ദെൻ ബേസ് പ്ലേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മെയിൻ ബോഡി ആൻഡ് ആൻ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ സർക്കുലർ പ്ലേറ്റ് കണ്ടെയ്നിങ് വെർണിയർ സ്കെയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മൂവബിൾ ആയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു സർക്കുലർ സ്കെയിലുണ്ട്, സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൽ വെർണിയർ സ്കെയിലുണ്ട്. ആ പ്ലേറ്റുമായിട്ടായിരിക്കും ബ്ലേഡ് അറ്റാച്ച് ചെയ്തിരിക്കുക. അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഈസ് കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ് ഫ്രീലി എബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ മെയിൻ സ്കെയിൽ. ദെൻ നമുക്ക് ഈ കാണുന്നത് ഒരു മെയിൻ സ്കെയിലാണ്. ദെൻ അതോടൊപ്പം തന്നെ വെർണിയർ സ്കെയിലാണ്. മെയിൻ സ്കെയിലിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡിഗ്രീസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് ഈ ഒരു ഡയഗ്രത്തിലേക്ക് തിരിച്ചു വരാം. മെയിൻ സ്കെയിൽ ഓൺ ദ പ്രൊട്രാക്ടർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഗ്രീസ് ഫ്രം 0 to 90 ഈച്ച് വേ. അതായത് 0 തൊട്ട് 90 വരെ, ദെൻ അഗെയിൻ 0 തൊട്ട് 90 വരെ. ഈ ഒരു രീതിയിലായിരിക്കും 0 to 90 ഡിഗ്രിയിൽ ഈ ഒരു രീതിയിലായിരിക്കും മെയിൻ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മീൻസ് 0, 1, 2, 3 അപ് ടു 90 വരെ. ദെൻ അഗെയിൻ 0 to 90. അപ്പോൾ ഇത്രയൊരു രീതിയിലായിരിക്കും മെയിൻ സ്കെയിലിൽ ഡിഗ്രീസ് മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്, 0 തൊട്ട് 60 വരെ. ഓക്കെ, ദെൻ ഇനിയാണ് വെർണിയർ സ്കെയിൽ. ഈ കാണുന്നതാണ് വെർണിയർ സ്കെയിൽ. അപ്പോൾ വെർണിയർ സ്കെയിലിൽ ഒരു 0 ഉണ്ട്. 0യിൽ നിന്ന് റൈറ്റിലോട്ട് 12 ഡിവിഷനും ലെഫ്റ്റിലോട്ട് 12 ഡിവിഷനും ഉണ്ട്. ഓക്കെ, ഈ ഓരോ ഡിവിഷനും 5 മിനിറ്റ്സ് ആയിരിക്കും. ഇത് ഡിഗ്രി അല്ല, ഇതെല്ലാം ഡിഗ്രീസ് ആയിരിക്കും. മെയിൻ സ്കെയിലുള്ള എല്ലാം ഡിഗ്രി ആയിരിക്കും. 0, 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി. പക്ഷേ വെർണിയർ സ്കെയിലുള്ളതെല്ലാം മിനിറ്റ്സ് ആയിരിക്കും. 15 minutes, 30 minutes, 45 minutes,
60 minutes, etc. ഓക്കെ, അപ്പോൾ വെർനിയർ സ്കെയിലിൽ സീറോയ്ക്ക് റൈറ്റ് സൈഡിലോട്ടായിട്ട് 12 ഡിവിഷൻസ് ഉണ്ട്, ലെഫ്റ്റിലോട്ടായിട്ട് 12 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസും അതുപോലെ തന്നെ ബ്ലേഡും അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ എത്തി എന്ന് കരുതിക്കോ. അതിൻ്റെ ഒരു ഇമേജാണ് ഈ കാണുന്നതെന്ന് കരുതുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആംഗിള് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മീൻസ് വെർനിയർ സ്കെയിലിലെ സീറോ ഇപ്പോൾ നിൽക്കുന്നത് 20, 25, 26, 27, 28, അതായത് 28 പ്ലസ് സംതിങ് ആയിരിക്കും വരുന്നത്. കാരണം വെർനിയർ സ്കെയിലിലെ സീറോ എന്ന് പറയുന്നത് 25 കഴിഞ്ഞ് 26, 27, 28 ഡിഗ്രീസ് പ്ലസ് സംതിങ് ഉണ്ട്. അത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സീറോ എന്ന് പറയുന്നത് നമ്മൾ സീറോയുടെ ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 10, 20, 30, 40, 50, 60 അങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പൊസിഷനിലാണ് സീറോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഈ ഒരു പോർഷൻ, വെർനിയർ സ്കെയിലിലെ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി 28 ഡിഗ്രീസ് കിട്ടുകയും 28 ഡിഗ്രീസ് പ്ലസ് ഇനി എത്ര മിനിറ്റും കൂടെ ഉണ്ടെന്ന് കാണണം. അപ്പം അതിനുവേണ്ടി ഈ റൈറ്റ് പോർഷൻ, വെർനിയർ സ്കെയിലിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സ്കെയിലിലെ ഏത് ലൈനാണ് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി 15ാമത്തെ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് സൂചിപ്പിക്കുന്ന ആ ഒരു ലൈനാണ് മെയിൻ സ്കെയിലിലെ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ എത്ര ഡിഗ്രി വരും? 28 ഡിഗ്രി പ്ലസ് 15 മിനിറ്റ്സ് ആണ് ഈ ഒരു സ്കെയിലിൽ ഇപ്പം കാണിക്കുന്ന ടോട്ടൽ ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസ് എടുക്കാം. അതിന് ഈ ഒരു ഇമേജ് വെച്ച് തന്നെ പറയാം. അതായത് ഇവിടെ ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന കേസായിരുന്നു. ഇനി തിരിച്ച് ഇവിടെ ഇപ്പം 50, 40, 30, 20, ഓക്കെ, ദെൻ 10 എന്ന രീതിയിലാണ് സ്കെയിൽ പോകുന്നതെന്ന് കരുതുക. മീൻസ് നമുക്ക് ഓൾറെഡി അറിയാം മെയിൻ സ്കെയിലിൻ്റെ അറേഞ്ച്മെൻറ്റ് 0 to 90, അഗെയിൻ 0 to 90 എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് പീസൊക്കെ വെച്ച് സെറ്റ് ചെയ്തു, ബേസും ബ്ലേഡും സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടി, ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടി. അതായത് വെർനിയർ സ്കെയിലിലെ സീറോ എന്ന് പറയുന്നത് ഈ 20ക്കും 30ക്കും ഇടയ്ക്ക് വരുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ വെർനിയർ സ്കെയിലിൻ്റെ ഈ ഒരു പോർഷൻ ആയിരിക്കും നോക്കേണ്ടത്. കാരണം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സീറോയ്ക്ക് ലെഫ്റ്റ് സൈഡിലുള്ള സ്കെയിലായിരിക്കണം നോക്കേണ്ടത്. അപ്പം അതിനുവേണ്ടിയാണ് ഈ വെർനിയർ സ്കെയിൽ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റിൽ 12 ഡിവിഷനും ലെഫ്റ്റ് സൈഡിലായിട്ട് 12 ഡിവിഷനും. ഓക്കെ, അപ്പോൾ ആംഗിൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സീറോയ്ക്ക് റൈറ്റ് സൈഡിലുള്ള സ്കെയിൽ നോക്കുക. ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ സീറോയ്ക്ക് ലെഫ്റ്റിലുള്ള ഡിവിഷൻസ് നോക്കുക. ദെൻ ഇതാണ് മെയിൻ സ്കെയിലിലെ റീഡിങ്. Then the vernier scale has 12 divisions each side of the center zero. These are marked 0 to 60 minutes of arc. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർനിയർ സ്കെയിൽ സീറോയ്ക്ക് റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് 12 ഡിവിഷൻസ് ഉണ്ട്. ദെൻ ഓരോ ഡിവിഷനും 5 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ് ആണ് ഒരു വെർനിയർ സ്കെയിലിൽ കാണിക്കുക. ദെൻ ഈച്ച് ഡിവിഷൻ ഈക്വൽ ടു 5 മിനിറ്റ്സ്. ദെൻ നമുക്കിനി കാണേണ്ടത് ലീസ്റ്റ് കൗണ്ടാണ്. അതിനുവേണ്ടി 12 ഡിവിഷൻസ് ഒക്കുപൈ ദ സെയിം സ്പേസസ് 20 ഡിഗ്രീസ് ഓൺ ദ മെയിൻ സ്കെയിൽ. അപ്പോൾ 12 ഡിവിഷൻസ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിലെ 23 ഡിഗ്രീസിന് ഈക്വൽ ആണ്.
സോ 1 ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് 23/12 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, നമ്മളതിനെ 111/12 ഡിഗ്രീസ് എഴുതി. ദെൻ 1 ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിലിനെ 2 ഡിഗ്രീസ് ഓഫ് മെയിൻ സ്കെയിൽ എന്നും എഴുതാം. അപ്പം അങ്ങനെയെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. 2 ഡിഗ്രി മൈനസ് 111/2 ഈക്വൽ ടു 1/12 ഡിഗ്രീസ് ഓർ 5 മിനിറ്റ്സ് ഓഫ് ആർക്ക്. ഓക്കെ, ദെൻ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കാണണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. മെയിൻ സ്കെയിൽ എത്ര ഡിവിഷൻ ഉണ്ട്? ഓരോ ഡിവിഷനും ഓരോ ഡിഗ്രിയാണ്. സോ 1 ഡിഗ്രി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ ഈക്വൽ ടു 12. ദെൻ 1/12 ഇൻറ്റു 1/12 ഡിഗ്രീസ് ആണ്. അതിനെ നമ്മൾ മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 5 മിനിറ്റ്സ്. ദെൻ ഈ കാണുന്നതാണ് ഡിഗ്രി, മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സൂചിപ്പിക്കും 1 ഡിഗ്രി 60 മിനിറ്റ്സ്, ദെൻ 1 മിനിറ്റ് 60 സെക്കൻഡ്സ്. ദെൻ അടുത്തതാണ് ഒപ്റ്റിക്കൽ ബെവൽ പ്രൊട്രാക്ടർ. It is possible to take readings up to 2 minutes of arc. Then readings are taken against a fixed vernier by means of optical magnifying system which is integral with the system. അപ്പോൾ വെർനിയർ ബെവൽ പ്രൊട്രാക്ടറുമായിട്ട് സാമ്യമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഒപ്റ്റിക്കൽ ബെവൽ പ്രൊട്രാക്ടറിനെ. വ്യത്യാസമുള്ളത് ഒരു ഒപ്റ്റിക്കൽ മാഗ്നിഫൈയിങ് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. നമ്മൾ വെർനിയർ ബെവൽ പ്രൊട്രാക്ടറിൽ കണ്ട അതേ അറേഞ്ച്മെൻറ്റ്. ആകെയുള്ള ഒരു വ്യത്യാസം ഒരു ഐ പീസ്, ഒരു ഒപ്റ്റിക്കൽ മാഗ്നിഫൈയിങ് സിസ്റ്റം ഉണ്ട്. ദ മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ ആർ ഓൾവേസ് അറേഞ്ച്ഡ് ഇൻ ഫോക്കസ് ഓഫ് ദ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഇപ്പോൾ കുറേയും കൂടെ മാഗ്നിഫൈ ചെയ്തുകൊണ്ട് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും കാണാൻ വേണ്ടിയാണ് ഈ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം യൂസ് ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ബെവൽ പ്രൊട്രാക്ടർ. എന്തൊക്കെയാണ് ബെവൽ പ്രൊട്രാക്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്? ചെക്കിംഗ്, നമ്മൾ ഓൾറെഡി കുറേ ആപ്ലിക്കേഷൻസ് ഇമേജ് ആയിട്ട് കണ്ടു. ചെക്കിംഗ് ആംഗിൾ ഓഫ് എ വി ബ്ലോക്ക്, മെഷറിംഗ് അക്യൂട്ട് ആംഗിൾ ഓഫ് ദ കമ്പോണൻറ്റ്, ചെക്കിംഗ് ഇൻസൈഡ് ബെവൽ ഫേസ് ഓഫ് എ ഗ്രൗണ്ട് സർഫസ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫോർ ചെക്കിംഗ് വി ബ്ലോക്ക്, ദെൻ ഫോർ മെഷറിംഗ് അക്യൂട്ട് ആംഗിൾ, ദെൻ ഫോർ ചെക്കിംഗ് ഇൻസൈഡ് ബെവൽഡ് ഫേസ് ഓഫ് എ ഗ്രൗണ്ട് സർഫസ്. ദെൻ അടുത്ത ആംഗിൾ മെഷർമെൻറ്റ് ഡിവൈസ് ആണ് ക്ലിനോമീറ്റർ. അപ്പോൾ എന്താണ് ക്ലിനോമീറ്റർ? ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ലെവൽ മൗണ്ടഡ് ഓൺ എ റോട്ടറി മെമ്പർ. അപ്പോൾ ക്ലിനോമീറ്റർ എന്ന് പറയുന്നത് സ്പിരിറ്റ് ലെവൽ ഒരു റോട്ടറി മെമ്പറിൽ മൗണ്ട് ചെയ്തുകൊണ്ട് ആംഗുലാർ മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ റോട്ടറി മെമ്പർ റിലേറ്റീവ് ടു ഇറ്റ്സ് ബേസ് ക്യാൻ ബി മെഷർഡ് ബൈ എ സർക്കുലർ സ്കെയിൽ. നമുക്ക് നോക്കാം എന്താണ് ക്ലിനോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ വെർനിയർ ക്ലിനോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് ഈ കാണുന്നത്. ഹൗസിംഗ് ഉണ്ട്, ദെൻ ഈ കാണുന്നതാണ് റോട്ടറി മെമ്പർ. ആ റോട്ടറി മെമ്പർ ഒരു എൻഡിൽ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ റോട്ടറി മെമ്പറിൽ ഒരു സ്പിരിറ്റ് ലെവലുണ്ട്. ഈ കാണുന്നതാണ് മെയിൻ സ്കെയിൽ, വെർനിയർ സ്കെയിൽ. ദെൻ ഇത് ബേസ്. ഇനി എന്താണ് വർക്കിംഗ്? സ്പിരിറ്റ് ലെവൽ മൗണ്ടഡ് ഓൺ എ റോട്ടറി മെമ്പർ ക്യാരിഡ് ഇൻ എ ഹൗസിംഗ്. വൺ ഫേസ് ഓഫ് ദ ഹൗസിംഗ് ഫോംസ് ദ ബേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇതാണ് ബേസ്, ഇതാണ് റോട്ടറി മെമ്പർ. ദെൻ ഔട്ടിൽ സ്പിരിറ്റ് ലെവലുണ്ട്. സർക്കുലാർ സ്കെയിൽ ഓൺ ദ ഹൗസിംഗ്, ഇതാണ് സർക്കുലാർ സ്കെയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യേണ്ട ആ ഒരു സർഫസ്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ ആ സർഫസിലേക്ക് ക്ലിനോമീറ്റർ കൊണ്ടുവെക്കുന്നു, ക്ലിനോമീറ്ററിൻ്റെ ബേസ് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഈ റോട്ടറി മെമ്പർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് സെൻട്രലാക്കുന്നു. ഓക്കെ, കാരണം സ്പിരിറ്റ് ലെവൽ കറക്റ്റ് സെൻട്രൽ വരികയാണെങ്കിൽ അലയുണ്ടാവും. അങ്ങനെ സെൻട്രലാക്കുന്നു. ദെൻ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് ആ റീഡിംഗ് എടുക്കുന്നു, അതാണ് ആംഗിൾ. Angle of inclination of the rotary member relative to the base can be measured by a circular scale. The base of the instrument is placed on one side of the surfaces and the rotary member is adjusted till zero reading of the bubble obtained. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലിനോമീറ്റർ
ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സർഫസ്, അവിടുത്തെ ആംഗിളാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ സർഫസിൽ വെക്കുന്നു. ദെൻ റോട്ടറി മെമ്പർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബബിളിൻ്റെ പൊസിഷൻ 0 പൊസിഷനിലേക്ക് മാറ്റുന്നു. ദെൻ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് റീഡിംഗ് എടുക്കുന്നു. ദെൻ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് ദെൻ നോട്ടഡ് ഓൺ ദ സർക്കുലർ സ്കെയിൽ എഗെയിൻസ്റ്റ് ആൻ ഇൻഡെക്സ്. ദെൻ അടുത്തതാണ് മൈക്രോമീറ്റർ ക്ലിനോമീറ്റർ. അപ്പോൾ ഇവിടെയും കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഒരു ബേസ് ഉണ്ട്, ദെൻ ഇവിടെയും ഒരു റോട്ടറി മെമ്പറുണ്ട്. ആ റോട്ടറി മെമ്പറിൽ ഒരു എൻഡിൽ ഹിഞ്ച് ചെയ്തിരിക്കുകയാണ്, മറ്റൊരു എൻഡിൽ അത് മൈക്രോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവൽ ഈസ് അറ്റാച്ച്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദി ബാരൽ ഓഫ് എ ക്ലിനോമീറ്റർ. അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ്. അപ്പോൾ ഈ കാണുന്ന റോട്ടറി മെമ്പർ ഒരു എൻഡിൽ ഹിഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒരു എൻഡിൽ മൈക്രോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് സ്പിരിറ്റ് ലെവൽ ഈസ് അറ്റാച്ച്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ബാരൽ ഓഫ് എ ക്ലിനോമീറ്റർ. അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ് ഓൺ ദ ബേസ്. ബേസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഹൂസ് ഇൻക്ലിനേഷൻ ഈസ് ടു ബി മെഷേർഡ്. അപ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് സർഫസ്, അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ ആ ഒരു സർഫസിലേക്ക് ഈ ബേസ് കൊണ്ട് വെക്കുന്നു. ദെൻ അതിനുശേഷം മൈക്രോമീറ്റർ ഈസ് അഡ്ജസ്റ്റഡ് ടിൽ ദ ലെവൽ ഈസ് ഹൊറിസോണ്ടൽ. ദെൻ മൈക്രോമീറ്റർ തിരിച്ചുകൊണ്ട് ഈ റോട്ടറി മെമ്പറിനെ മൂവ് ചെയ്തുകൊണ്ട് ബബിള് 0 പൊസിഷനിലേക്ക് എത്തിക്കുന്നു. ദെൻ ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് റീഡിംഗ് എന്നുള്ളത് എടുക്കുന്നു. ദെൻ അടുത്ത ആംഗിൾ മെഷർമെൻറ്റ് ഡിവൈസാണ് സൈൻ ബാർ. സൈൻ ബാർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് എലോങ് വിത്ത് സ്ലിപ്പ് ഗേജസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ്. അപ്പോൾ സൈൻ ബാർ എന്ന ഒരൊറ്റ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ആംഗിൾ മെഷർമെൻറ്റ് നടക്കത്തില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലിപ്പ് ഗേജിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ സൈൻ ബാർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ ആംഗുലാർ മെഷർമെൻറ്റ് മാത്രമല്ല സൈൻ ബാറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതോടൊപ്പം ഒരു വർക്ക് പീസ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെറ്റ് ചെയ്ത് വെക്കാനും സൈൻ ബാർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ വർക്ക് ടു എ ഗിവൺ ആംഗിൾ വിതിൻ വെരി ക്ലോസ് ലിമിറ്റ്സ്. ദെൻ നമുക്ക് സൈൻ ബാർ എന്താണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് സൈൻ ബാർ, ഒരു ടൈപ്പ് സൈൻ ബാറാണ്. അപ്പോൾ 2 എൻഡ് ഫേസുകളുണ്ട്, ഒരു അപ്പർ ഫേസ് ഉണ്ട്, ഒരു ലോവർ ഫേസ് ഉണ്ട്. ദെൻ റിലീഫ് ഹോൾസ് ഉണ്ട്, 2 സെറ്റിംഗ് റോളേഴ്സ് ഉണ്ട്. ദെൻ ഇവിടെ ഈ ഒരു സൈൻ ബാറിൽ നമുക്ക് നോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 റോളേഴ്സ് അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് ഓരോ സൈൻ ബാറിലും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതായത് ഈ റോളറിൻ്റെ സെൻറ്റർ മുതൽ ഈ ഒരു റോളറിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം. Then it consists of a steel bar and rollers. The sign bars are available in several designs for applications, different applications. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ ഉണ്ടാവും സൈൻ ബാറിന്. റോളേഴ്സ് ആർ ഓഫ് ആക്യുറേറ്റ് ആൻഡ് ഈക്വൽ ഡയമീറ്റേഴ്സ്. ദേ ആർ അറ്റാച്ച് ടു ദ ബാർ അറ്റ് ഈച്ച്. ഇതാണ് 2 റോളേഴ്സ്. ഈ 2 റോളേഴ്സും വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തെടുത്ത ഈക്വൽ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് ഉള്ള റോളേഴ്സാണ്. ദ ആക്സിസ് ഓഫ് ദീസ് റോളേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ടു ദ അപ്പർ സർഫസ് ഓഫ് ദ ബാർ. അപ്പോൾ ഈ 2 റോളേഴ്സും അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് പാരലാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പർ സർഫസ്, ഈ റോളറിൻ്റെ അപ്പർ സർഫസ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ഈ ഒരു സൈൻ ബാറിൻ്റെ അപ്പർ സർഫസ് ആയിരിക്കും. ദെൻ ഈ കാണുന്ന അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. പക്ഷെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്താണെന്നുള്ളത്. ടൈപ്സ് ഓഫ് സൈൻ ബാർ ആണ് ഈ കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഈ കാണുന്നത്, ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ ഇനിയാണ് സൈൻ ബാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്. The sign principle uses the ratio of the length of 2 sides of a right angle triangle in deriving a given angle. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ട്രിഗോണോമെട്രി പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ ആയിരിക്കും സൈൻ ബാർ വർക്ക് ചെയ്യുക. കാരണം സൈൻ ബാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൈനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. Principle of operation of a sine bar is based on the laws of trigonometry.
ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് എന്ന്. ഇവിടെ നമുക്കൊരു സൈൻ ബാർ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ദെൻ ഇതാണ് ഒരു വർക്ക് പീസ്. ഈ ഒരു വർക്ക് പീസിൻ്റെ ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം സർഫസ് പ്ലേറ്റ് മുകളിലോട്ടായി വർക്ക് പീസ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ആ വർക്ക് പീസിന് മുകളിലായിട്ട് നമ്മൾ സൈൻ ബാറിനെ സെറ്റ് ചെയ്തു. അപ്പോൾ വർക്ക് പീസിൻ്റെ ഈ ഒരു സർഫസും സൈൻ ബാറിൻ്റെ ഈ ഒരു സർഫസും പെർഫെക്റ്റ്ലി മാച്ച് ആവുന്ന രീതിയിലേക്ക് ആയിരിക്കും നമുക്ക് സൈൻ ബാർ ഫിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, സൈൻ ബാറിൻ്റെ ഒരു റോളർ ഈ ഒരു സർഫസ് പ്ലേറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവണം. മാത്രമല്ല വർക്ക് പീസും സൈൻ ബാറും തമ്മിലുള്ള ഈ ഒരു കോണ്ടാക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, മീൻസ് ഗ്യാപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ അതിനുശേഷം റൈറ്റ് റോളറുണ്ട്, അത് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, സ്ലിപ്പ് ഗേജ് ആഡ് ചെയ്യും. ഓരോ സ്ലിപ്പ് ഗേജുകൾ, പല തിക്നെസ് ഉള്ള സ്ലിപ്പ് ഗേജുകൾ റൺ ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ റോളറിനും സർഫസ് പ്ലേറ്റിനും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും. മീൻസ് ഓരോ സ്ലിപ്പ് ഗേജുകളായിട്ട് ആഡ് ചെയ്ത് മീൻസ് അതാണ് റിങ്ങിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ സ്ലിപ്പ് ഗേജിൽ ആഡ് ചെയ്ത് ഈ ഒരു റോളറും ഈ സർഫസ് പ്ലേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യും. മീൻസ് നമ്മൾ ആഡ് ചെയ്ത സ്ലിപ്പ് ഗേജ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വർക്ക് പീസും സൈൻ ബാറും തമ്മിലുള്ള കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ഈ റോളറിനും സർഫസ് പ്ലേറ്റിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ലാക്കുകയും ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ പല തിക്നെസ് ഉള്ള സ്ലിപ്പ് ഗേജുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ റോളർ ടു റോളർ, രണ്ട് റോളറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്കറിയാം. അതായത് എൽ നമുക്ക് നോണാണ് ഒരു സൈൻ ബാറിൻ്റെ. ദെൻ ഓരോ സ്ലിപ്പ് ഗേജിൻ്റെയും തിക്നെസ് അറിയാം. അപ്പോൾ എന്തുമാത്രം സ്ലിപ്പ് ഗേജ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ തിക്നെസ് വെച്ചുകൊണ്ട് എച്ച് എത്രയാണെന്ന് നമുക്കറിയാം. ദെൻ ഈ കാണുന്ന ഡോട്ടഡ് ലൈനാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ. എച്ച് നമുക്ക് സ്ലിപ്പ് ഗേജിൻ്റെ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് കിട്ടും. എല്ല് ഓരോ സൈൻ ബാറിനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എച്ചും എല്ലും നോൺ ആണ്. ദെൻ ഔത്തിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കാം. അപ്പം ഇത്തരത്തിൽ ഒരു വർക്ക് പീസിൻ്റെ ആംഗിള് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് എഗെയിൻ പ്രിൻസിപ്പിളായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സൈൻ ടൈം വരുന്നതുകൊണ്ടാണ് ഇതിനെ സൈൻ ബാർ എന്ന് പറയാൻ കാരണം. അതോടൊപ്പം തന്നെ ട്രിഗ്നോമെട്രി പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ആംഗുലാർ മെഷർമെൻറ്റ് നടക്കുന്നത്. ദെൻ നമുക്കിനി സൈൻ ബാറിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് അൺനോൺ ആംഗിൾ മെഷർ ചെയ്യുക. നമ്മൾ പ്രിൻസിപ്പിളിൽ കണ്ട പോലെ അൺനോൺ ആംഗിൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കതിനെ അൺനോൺ ആംഗിൾ മെഷർ ചെയ്യുന്നത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കമ്പോണൻറ്റ് ഈസ് സ്മോൾ. കമ്പോണൻറ്റ് ചെറുതാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അൺനോൺ ആംഗിൾ മെഷർ ചെയ്യാം. അതിലെ ഒരു എക്സാമ്പിളാണ് ഈ കണ്ടത്. കാരണം കമ്പോണൻറ്റ് ചെറുതാണ്, സൈൻ ബാറിനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ ഒരു മെത്തേഡുണ്ട്, അതാണ് ഈ കാണുന്ന മെത്തേഡ്. അതായത് നമ്മൾ സൈൻ ബാർ വെച്ചു, സൈൻ ബാറിൻ്റെ ഒരു റോളർ സർഫസ് പ്ലേറ്റിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു, ഒരു റോളർ സ്ലിപ്പ് ഗേജിന് പുറത്താണ്. ഇതിന് സൈൻ ബാറിന് മുകളിലായിട്ടായിരിക്കും നമുക്ക് ആംഗിൾ മെഷർ ചെയ്യേണ്ട ആ ഒരു വർക്ക് പീസ് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വർക്ക് പീസിന് മുകളിലായിട്ടും ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്താണ് ഡയൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ഈ ഡയൽ ഇൻഡിക്കേറ്റർ ഈ വർക്ക് പീസിൻ്റെ സർഫസിൽ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്ലിപ്പ് ഗേജ് 1/1 ആയിട്ട് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഡയൽ ഇൻഡിക്കേറ്ററിനെ മൂവ് ചെയ്ത് നോക്കും. മൂവ് ചെയ്ത് എപ്പോഴാണോ ഈ സർഫസ് പെർഫെക്റ്റ്ലി പാരലാകുന്നത്, അല്ലെങ്കിൽ ബേസ് പ്ലേറ്റുമായിട്ട് ഈ ഒരു സർഫസ് എപ്പോഴാണോ പാരലാകുന്നത് അതുവരെയും നമ്മൾ സ്ലിപ്പ് ഗേജ് ആഡ് ചെയ്യും. അപ്പോൾ അത് പാരലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയൽ ഇൻഡിക്കേറ്റർ വർക്ക് പീസിന് മുകളിൽ കൂടെ മൂവ് ചെയ്യുന്നത്. ദെൻ പാരലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൽഫയാണ് മെഷർ ചെയ്യേണ്ടത്. ദെൻ സൈൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഡിവൈഡ് ബൈ എൽ. എക്സ് നമുക്ക് സ്ലിപ്പ് ഗേജിൽ നിന്ന് കിട്ടും, എൽ സൈൻ ബാറിൽ നിന്ന് കിട്ടും. അപ്പം അത്തരത്തിൽ
നമുക്ക് ചെറിയൊരു കമ്പോണൻ്റ് ആണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. അതിലൊരു രീതിയാണ് ഈ കാണുന്നത്. ദെൻ അതേ കാര്യം തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. ദെൻ അതുകൂടാതെ രണ്ടാമത്തെ രീതിയിലും കമ്പോണൻ്റ് ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. അതും നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തത് അൺനോൺ ആംഗിൾ തന്നെ മെഷർ ചെയ്യണം. പക്ഷേ കമ്പോണൻ്റ് ഈസ് ലാർജ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് എങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അതിനുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇതാണ് കമ്പോണൻ്റ്, ഇത്രയും വലിയ കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സൈൻ ബാർ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യും. ദെൻ അതിനുശേഷം ഈ യൂസ് ചെയ്യുന്നത് രണ്ടെണ്ണം വെർനിയർ ഹൈറ്റ് ഗേജ് ആയിരിക്കും. ആ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ഓരോ എൻഡിലായിട്ട് നമ്മൾ ഓരോ ഡയൽ ഇൻഡിക്കേറ്റേഴ്സും സെറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ആ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു വെർനിയർ ഹൈറ്റ് ഗേജും യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സൈൻ ബാറിൻ്റെ രണ്ട് റോളറിലായിട്ട് ടച്ച് ചെയ്യും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിമം പ്രഷർ കൊടുക്കുന്ന രീതിയിൽ വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അപ്പോൾ വെർനിയർ ഹൈറ്റ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട് ആ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ഓരോ എൻഡിലും ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ആ ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ പോയിൻ്റർ വന്ന് ഈ രണ്ട് റോളേഴ്സിലും ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യും. ദെൻ ഓരോ വെർനിയർ ഹൈറ്റ് ഗേജിലെയും റീഡിങ്സ് എടുക്കും. ഇവിടുത്തെ റീഡിങ് R1 ആണ്, ഇവിടുത്തെ റീഡിങ് R2 ആണ്. ദെൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് ഡിഫറൻസ് R1 - R2 ഡിവൈഡ് ബൈ L ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അൺനോൺ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു വർക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതെങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ ഒരു വർക്ക് പീസ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ല് നമുക്ക് നോൺ ആണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എച്ച് എടുത്തു കഴിഞ്ഞാൽ ഏത് ആംഗിൾ വേണമെങ്കിലും ഏത് ആംഗിളിനനുസരിച്ചും സൈൻ ബാറിൻ്റെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സൈൻ ബാർ സെറ്റ് ചെയ്താൽ അതിന് മുകളിലായിട്ട് വർക്ക് പീസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ലിമിറ്റേഷൻ ഓഫ് സൈൻ ബാർ എന്തൊക്കെയാണ്? സൈൻ ബാർ ഈസ് ഫെയർലി റിലയബിൾ ഫോർ ആംഗിൾസ് ലെസ് ദാൻ 15 ഡിഗ്രി. അപ്പോൾ കൂടുതലും സൈൻ ബാർ യൂസ് ആയിട്ടുള്ളത് ലെസ് ദാൻ 15 ഡിഗ്രി ആംഗിൾസിലാണ്. ആൻഡ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇൻആക്യുറേറ്റ് ആസ് ദ ആംഗിൾ ഇൻക്രീസസ്. അപ്പോൾ ആംഗിൾ കൂടുന്തോറും സൈൻ ബാർ എന്ന് പറയുന്നത് ഇനാക്യുറേറ്റ് ആയി മാറും. ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു യൂസ് സൈൻ ബാർസ് ഫോർ ആംഗിൾ എബോവ് 45 ഡിഗ്രി. ഓക്കെ, ദെൻ എ ഡിഫറൻസ് ഓഫ് ഡിഫോർമേഷൻ ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് റോളർ കോണ്ടാക്ട്. അപ്പോൾ സൈൻ ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വർക്ക് പീസിൽ വെക്കുന്നു, സർഫസ് പ്ലേറ്റിൽ വെക്കുന്നു. അങ്ങനെ വിയർ ആൻഡ് ടിയർ മൂലം റോളറിൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആംഗിൾ കിട്ടാതെ വരും. ദെൻ ഏതൊക്കെ പാർട്സ് ആണ് സൈൻ ബാർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതും ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ സൈൻ ബാർ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. രണ്ട് റോളറിൻ്റെ ആക്സിസ് തമ്മിലുള്ള ദൂരം കറക്റ്റ് അല്ല, അല്ലെങ്കിൽ രണ്ട് റോളറും തമ്മിൽ അതിൻ്റെ ആക്സിസ് തമ്മിൽ പാരലല്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എറേഴ്സ് ഉണ്ടാകും. ദെൻ അടുത്തതാണ് സൈൻ സെൻറ്റർ. എന്താണ്? ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഒരു കോണിക്കലായിട്ടുള്ള ഒരു വർക്ക് പീസ് ആണെങ്കിൽ നമുക്കത് സർഫസ് പ്ലേറ്റിലോ വെച്ചുകൊണ്ട് സൈൻ ബാർ വെച്ചുകൊണ്ടോ ഒന്നും റീഡിങ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യും? സൈൻ ബാറിൽ ഇത്തരത്തിൽ രണ്ട് പ്രൊവിഷൻസ് ഉണ്ടാകും. ഇതിനെയാണ് സൈൻ സെൻറ്റേഴ്സ് എന്ന് പറയുക. ഈ സൈൻ സെൻറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും കോണിക്കൽ വർക്ക് പീസിനെ സൈൻ ബാറിന് മുകളിലായിട്ട് ഈ കാണുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രൊവിഷനാണ് സൈൻ സെൻറ്റർ എന്ന് പറയുക. ദെൻ അതിന് ശേഷം ഈ ഒരു കോണിക്കൽ വർക്ക് പീസിൻ്റെ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യും അത് നമുക്ക് വരുന്നു. അപ്പോൾ സൈൻ സെൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മൗണ്ടിങ് കോണിക്കൽ ഷേപ്ഡ് വർക്ക് പീസസ്. സെൻറ്റേഴ്സ് ക്യാൻ ഓൾസോ ബി അഡ്ജസ്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ വർക്ക്. അപ്പോൾ ഈ സെൻറ്റേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, കാരണം പല സൈസുള്ള വർക്ക് പീസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ഇനി സൈൻ സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആംഗിൾ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ ബാർ അതിന് മുകളിൽ സൈൻ സെൻറ്റേഴ്സ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് വർക്ക് പീസിനെ ഫിക്സ് ചെയ്തു. ദെൻ സ്ലിപ്പ് ഗേജ് 1 by 1 ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോണിക്കൽ വർക്ക് പീസിന് മുകളിലായിട്ട് ഒരു ഡയൽ ഗേജ് സെറ്റ് ചെയ്തു. ദെൻ ഈ ഡയൽ ഗേജിനെ നമ്മൾ കോണിക്കൽ സർഫസിന് മുകളിൽ കൂടെ മൂവ് ചെയ്യിപ്പിച്ചു. എപ്പോഴാണോ ഈ ഒരു സർഫസ് അതും
ഈ കാണുന്ന ബേസ് പ്ലേറ്റും തമ്മിൽ പാരലൽ ആവുന്ന രീതിയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഉള്ള ഹൈറ്റ് എത്രയാണ് എച്ച് എന്ന് മെഷർ ചെയ്യും. എല്ല് നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ സൈൻ തീറ്റ ഈസിക്കൽ ടു h/l. അങ്ങനെ ആംഗിൾ മെഷർ ചെയ്യാം. അപ്പോൾ 1/1 ആയിട്ട് സ്ലിപ്പ് ഗേജ് ആഡ് ചെയ്തുകൊണ്ട് എപ്പോഴാണോ ഈ ഡയൽ ഗേജ് എന്ന് പറയുന്നത് കാണിക്കുന്നത് ഈ ഒരു സർഫസ് പാരലാണ് എന്ന് കാണിക്കുന്നത്, ദെൻ ആ സമയത്തുള്ള എച്ച് എത്ര സ്ലിപ്പ് ഗേജ് ആഡ് ചെയ്തോ ആ എച്ചും എല്ലിലൂടെ കന്നു. The centers can also be adjusted depending on the length of the conical workpiece to be held between centers. Then അടുത്തതാണ് ആംഗിൾ മെഷർമെൻറ്റ് ഡിവൈസ് ആണ് സ്പിരിറ്റ് ലെവൽ. The spirit level is a hollow body containing a fluid with a gas bubble which is used to control the horizontal leveling of any object. അപ്പോൾ നമ്മൾ ലെവൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാകുക കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ആയിരിക്കും. അവിടെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യും. അപ്പോൾ ഒരു ട്യൂബാണ്, ഹോളോ ട്യൂബാണ്, അതിനകത്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ടാകും. ദെൻ അതിനകത്തൊരു എയർ ബബിൾ ഉണ്ടാകും. ആ എയർ ബബിളിൻ്റെ ലൊക്കേഷൻ വെച്ചുകൊണ്ട് സർഫസ് ലെവലാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. The position of the gas bubble in the fluid shows the angle and the direction in which the object is inclined with respect to the horizontal surface. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസിനെ ഇൻക്ലൈൻഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇൻക്ലിനേഷൻ എങ്ങോട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ ബബിളിൻ്റെ മൂവ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ബബിൾ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ മൂവ്മെൻറ്റ് എന്നതനുസരിച്ച് നമുക്ക് ആ സർഫസിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങോട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് സ്പിരിറ്റ് ലെവൽ ബബിൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് ഗ്ലാസ് ട്യൂബ് ഓഫ് ആക്യുറേറ്റ് ഫോം, the bore of which is ground to a large radius and is called the vial, filled almost entirely with a liquid. അപ്പോൾ നമ്മൾ ഒരു ട്യൂബ്, ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ പേര് വയലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു. ദെൻ ഒരു ചെറിയ എയർ ബബിൾ ഉണ്ടാകും, leaving a small space for the formation of a air or gas bubble. The bubble will move from its position along the radius of the tube through a certain distance depending upon the angle of tilt. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ബബിളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. എപ്പോൾ ആ ഒരു സ്പിരിറ്റ് ലെവൽ പ്ലേസ് ചെയ്യുന്ന സർഫസ് അതിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ചായിരിക്കും ബബിളിന് മൂവ്മെൻറ്റ് ഉണ്ടാവുക. Low viscosity fluids such as either alcohol or benzol is used. Then apart from static leveling, a calibrated spirit level is an angular measuring device of great precision. അപ്പോൾ കാലിബ്രേറ്റഡ് സ്കെയിലുള്ള സ്പിരിറ്റ് ലെവലും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം ആംഗിൾ ടിൽറ്റ് ആയി എന്നുള്ളത് ഡയറക്റ്റ് കാണിക്കുന്ന മെഷർമെൻറ്റ് ഡിവൈസസും ഉണ്ട്. അപ്പോൾ അവിടെ അപ്പർ സൈഡ് ഓഫ് ദ വയൽ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ലീനിയർ യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ സ്പിരിറ്റ് ലെവലിന് എവിടെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും, ലീനിയർ യൂണിറ്റ്സ് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് ആംഗിൾ ടിൽറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. The deviation of the bubble from its position when the spirit level is kept in a horizontal plane indicates the inclination of a surface. ഇനി അടുത്തതാണ് ആംഗിൾ ഗേജസ്. എന്താണ് ആംഗിൾ ഗേജസ്? അപ്പോൾ നമ്മൾ സ്ലിപ്പ് ഗേജ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഹൈലി ഫിനിഷ്ഡ് സർഫസ് ഉള്ള ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള ഒരു ബാറുകളാണ് സ്ലിപ്പ് ഗേജസ്. അപ്പോൾ അതുപോലെ തന്നെ ആംഗിൾ ഗേജസ് എന്ന് പറയുന്നതും ആ പേര് പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉള്ള ഒരു ടേപ്പേഡ് ലൈക്ക് സ്ട്രക്ചറുള്ള ഗേജസ്. ആംഗിൾ ഗേജസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, സോറി. ആംഗിൾ ഗേജസ് വെയർ ഡെവലപ്ഡ് ബൈ ഡോക്ടർ ടോമിൽസൺ. ദെൻ ഇവിടെയും നമുക്ക് വർക്കിംഗ് സർഫസ് നമ്മൾ ഓൾറെഡി കണ്ടു. സ്ലിപ്പ് ഗേജിൽ നമുക്ക് എവിടെയൊക്കെയാണോ വ്രിങ് ചെയ്യേണ്ടത് ആ വ്രിങ് ചെയ്യേണ്ട സർഫസ് അതെന്ന് പറയുന്നത് വളരെ പോളിഷ്ഡ് ആയിരിക്കും, ഹൈലി ഫിനിഷ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ആംഗിൾ ഗേജസിൻ്റെ വർക്കിംഗ് സർഫസ് ഉണ്ടാകും, രണ്ട് എൻഡുകളുണ്ടാകും. ആ മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത് ലാപ്ഡ് ആയിരിക്കും, ഹൈലി പോളിഷ്ഡ് ആയിരിക്കും ടു എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് ഫ്ലാറ്റ്നസ്. ദെൻ ആംഗിൾ ഗേജസ് ആർ 75 mm long and 16 mm wide and are available in 2 sets. ദെൻ ഈ കാണുന്നതെല്ലാം ആംഗിൾ ഗേജസ് ആണ്, അതായത് നമ്മൾ ഈ കണ്ട രീതിയിലുള്ള ആംഗിൾ ഗേജസ്. അപ്പോൾ ഈ ഓരോ ആംഗിൾ ഗേജസിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ
ആംഗിൾ എത്രയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ആംഗിൾ ഗേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ എൻഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 41 എന്ന് മീൻസ് ഇത് 41 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ഗേജ് ആണ്. അതിൽ ഇങ്ങനെ ഒരു സിമ്പിളുണ്ട്, മീൻസ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിമ്പിൾ. ഇനി ഈ ആംഗിൾ ഗേജിൻ്റെ ഈ ഒരു സർഫസും അതുപോലെ തന്നെ ഈ ഒരു സർഫസും ആയിരിക്കും ഹൈലി പോളിഷ്ഡ്. എന്താ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ, 41 എന്ന് പറയുന്ന ഡിഗ്രി ഉള്ള ആംഗിൾ ഗേജിന് പുറത്തോട്ട് നമ്മൾ വ്രിങ്ങിങ്ങിലൂടെ 9 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഗേജും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ത് സംഭവിച്ചു? 41 + 9 = 50 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആംഗിൾ ഗേജുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആംഗിൾ ആഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ ആംഗിൾ സബ്സ്ട്രാക്ട് ചെയ്യാം. അതെങ്ങനെയാണ്? അതിനാണ് ഈ ഒരു ഇമേജ്. ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ 41 ഡിഗ്രി ഉള്ള ആംഗിൾ ഗേജും അതുപോലെ തന്നെ ഒരു 9 ഡിഗ്രി ഉള്ള ആംഗിൾ ഗേജും അത് തമ്മിൽ എന്ത് ചെയ്തു? നേരത്തെ കണ്ടത് അഡീഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ടിൻ്റെയും ആ ഇൻക്ലൂഡഡ് ആംഗിളുള്ള പോർഷൻ 2 ഡയറക്ഷനിൽ വെച്ചു. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 32 വരും. ഓക്കെ, അപ്പം അത്തരത്തിൽ നമുക്ക് ആംഗിൾ ഗേജസ് വെച്ചുകൊണ്ട് ആംഗിൾ ആഡ് ചെയ്യാം, ആംഗിൾ കുറയ്ക്കാം. സ്ലിപ്പ് ഗേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷൻ മാത്രമേ ഉള്ളൂ, തിക്നെസ് കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ ഈ 2 സർഫസ് ഹൈലി പോളിഷ്ഡ് ആയിരിക്കും, അതുകൊണ്ട് റിങ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്ലിപ്പ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഒരു ആംഗിളിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം ആംഗിൾ ഗേജസ് ആണ്. ഈ ആംഗിൾ ഗേജസ് നമുക്ക് 12 പീസസും ഉണ്ട്, 13 പീസസും ഉണ്ട്. അപ്പോൾ ഇത് ഡിഗ്രിയാണ്, ഇത് മിനിറ്റ് ആണ്, ഇത് സെക്കൻഡാണ്. ഡിഗ്രി ഉള്ള ആംഗിൾ ഗേജസ് ഉണ്ട്, മിനിറ്റ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഉള്ളതുകൊണ്ട്. ഈച്ച് ആംഗിൾ ഗേജ് ഈസ് മാർക്ക്ഡ് വിത്ത് എൻഗ്രേവ്ഡ് V വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻക്ലൂഡ് ആംഗിൾ. അപ്പോൾ ഇതാണ് ഈ ഒരു മാർക്കിംഗ് ആണ് ഡയറക്ഷൻ ഓഫ് ഇൻക്ലൂഡ് ആംഗിൾ കാണിക്കുക. ഈച്ച് ആംഗിൾ ഗേജ് ഈസ് എ വെഡ്ജ്, thus 2 gauges with their narrow ends together provide an angle which is the sum of the angles of the individual gauges. Subtraction of angle is obtained when the narrow ends are opposite. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അഡീഷനും സബ്സ്ട്രാക്ഷനും. ഇപ്പോൾ ഇവിടെ 2 നാരോ എൻഡുകൾ 3 ഡിഗ്രി എന്നും 30 ഡിഗ്രി എന്നുള്ള 2 ആംഗിൾ ഗേജസിൻ്റെ നാരോ എൻഡുകൾ ഒരേ സൈഡിലാണ് എങ്കിൽ അവിടെ ഇത് സംഭവിക്കും, അഡീഷൻ സംഭവിക്കും. ടോട്ടൽ 33 ഡിഗ്രി നമുക്ക് കിട്ടും. മറിച്ച് 2 സൈഡിലാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ സംഭവിക്കും, 27 ഡിഗ്രി ആയിരിക്കും കിട്ടുക. Then angle gauges can also be rung together to build up a desired angle. Then uses എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ്? നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ പല ആംഗിൾ ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? ക്വിക്ക് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസ്. ഇപ്പോൾ 2 സർഫസ്, ഉദാഹരണം ഒരു V ഷേപ്പിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ആംഗിൾ ഗേജിലായിട്ട് നമ്മൾ മാറി വെച്ച് നോക്കുന്നു. അതല്ലെങ്കിൽ 2 ആംഗിൾ ഗേജസിൽ അഡീഷനിലൂടെയോ സബ്സ്ട്രാക്ഷനിലൂടെയോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യിക്കുന്നു. ദെൻ എത്രയാണ് ആംഗിൾ എന്നുള്ളത് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു. ബെവൽ പ്രൊട്രാക്ടർ പോലെയോ സൈൻ ബാർ പോലെയോ ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എത്രയാണ് ആംഗിൾ എന്നുള്ളത് കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ ടു ചെക്ക് വെദർ ദ കമ്പോണന്റ് ഈസ് വിത്തിൻ ടോളറൻസ് ലിമിറ്റ് ഓർ നോട്ട്. അപ്പോൾ ഒരു ആംഗിൾ ഒരു പ്രോഡക്റ്റിൽ മാനുഫാക്ചർ ചെയ്തെടുത്തു, ദെൻ ആംഗിൾ കറക്റ്റ് തന്നെയാണോ, വിത്തിൻ ലിമിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ആംഗിൾ ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആംഗിൾ മെഷർമെൻറ്റ് ഡിവൈസസ് ആയ ഓട്ടോകോളിമേറ്ററും ആംഗിൾ ഡെക്കറും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു.